പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ വാർത്ത നമുക്കറിയാം, കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെല്ലാം ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ സൈനിങ്ങിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡയറക്ടറായിട്ടുള്ള നിഖിൽ ഇപ്പോൾ സൈനിങ്ങുമായി ബന്ധപ്പെട്ട ചെറിയ സൂചനകളൊക്കെ നൽകിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നിഖിലിന്റെ ആ ഒരു റിപ്പോർട്ടിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തുനിന്ന് പുതിയ സൈനിങ് ഉടനെ ഉണ്ടാകുമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. ആരാധകരുടെ അക്ഷമയെല്ലാം എനിക്ക് മനസ്സിലാകുമെന്നും നിഖിൽ പറഞ്ഞു. ഇനി ഒരുപാട് കാത്തിരിക്കേണ്ടി വരില്ല, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഉടനെ തന്നെ അനൗൺസ്മെന്റ് എല്ലാം ഉണ്ടായേക്കുമെന്നായിരുന്നു നിഖിൽ പറഞ്ഞിരുന്നത്. എന്തായാലും ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ സൈനിങ്ങിന് വേണ്ടിയൊക്കെ നമുക്ക് കാത്തിരിക്കാം. മാത്രമല്ല, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ സീസൺ മത്സരങ്ങളെല്ലാം ഉടനെ തന്നെ ആരംഭിക്കുകയും ചെയ്യും. അതിനു മുൻപ് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് പ്രധാന സൈനിങ് എല്ലാം കംപ്ലീറ്റ് ആക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഡ്യൂറന്റ് കപ്പിന് മുൻപ് പ്രീ സീസൺ മത്സരങ്ങളെല്ലാം കളിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിന് എന്തുകൊണ്ടും ഗുണം ചെയ്യുന്ന കാര്യമാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഡ്യൂറന്റ് കപ്പ് അത്ര സീരിയസ് ആയിട്ടും ഒന്നുമല്ലായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇനി വരും സീസണിൽ അതിന് മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഡ്യൂറന്റ് കപ്പിൽ മികച്ച റിസൾട്ട് ഉണ്ടാക്കുക എന്നതാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലക്ഷ്യം. മറ്റൊരു കാര്യം, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ടുള്ള മിഗൽ സെഹ്റെ ഒരു കാര്യം കൂടി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു കാര്യം എങ്ങനെയായിരുന്നു, എന്റെ ഫിലോസഫി വിജയിക്കുക എന്നുള്ളത് മാത്രമാണ്. വിജയത്തിൽ കുറഞ്ഞതൊന്നും തനിക്കോ ടീമിനോ ഒന്നും ചിന്തിക്കാനില്ല. എന്റെ ടീമിൽ ഓരോ താരങ്ങളും അവരുടെ 100% തന്നെ നൽകണം. ഇവിടെ അലസതയ്ക്ക് സ്ഥാനമില്ല. ഓരോ മത്സരങ്ങളിലും എല്ലാ താരങ്ങളും അവരുടെ ഫുൾ എഫേർട്ട് ഇട്ട് തന്നെ കളിക്കണം. മാത്രമല്ല, പ്രീ സീസൺ മത്സരങ്ങളിൽ ഞങ്ങൾക്ക് മികച്ച റിസൾട്ട് ഉണ്ടാക്കേണ്ടതുണ്ട്. തങ്ങൾ മികച്ച പദ്ധതികൾ തയ്യാറാക്കിയേക്കുമെന്നും കോച്ച് കൂട്ടിച്ചേർത്തു. അടുത്തൊരു വാർത്ത, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിട്ടുള്ള ക്വാമി പെപ്രയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. പെപ്ര കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് വിടുമോ എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന്റെയൊക്കെ സംശയമാണ്. ഇപ്പോൾ ലഭിച്ചുള്ള വാർത്ത അനുസരിച്ച് ക്വാമി പെപ്ര കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ തുടർന്നേക്കുമെന്നുള്ളതാണ്. താരത്തിന് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമുമായിട്ട് ഒരു വർഷം കൂടി കോൺട്രാക്ട് ഉണ്ട്. ചില മാധ്യമങ്ങളൊക്കെയായിരുന്നു പെപ്ര കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ തുടരുമെന്നുള്ള വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞുപോയ സീസണിൽ മികച്ച പ്രകടനമായിരുന്നു പെപ്ര കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിന് വേണ്ടി കാഴ്ചവെച്ചിരുന്നത്. ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതൽ ഐഎസ്എല്ലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓപ്ഷൻ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.